പ്രാണനായി നീ, പ്രാർത്ഥനയായി അവൾ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഇതാണോ നിന്റെ തീരുമാനം? മേരി ചോദിക്കുന്ന കേട്ടപ്പോൾ ബാഗിൽ തുണികൾ അടുക്കി വയ്ക്കായിരുന്ന ആൻമരിയ തിരിഞ്ഞുന്നവരെ നോക്കി. പറയാനുള്ളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അമ്മച്ചി. സൗഭാഗ്യങ്ങൾ വലിച്ചെറിഞ്ഞ് ആകെയുള്ള കുടുംബക്കാരെയും വെറുപ്പിച്ച് നീ പോകുന്ന നാശത്തിലേക്കാ. ഓർത്തോ, ബാക്കി എല്ലാത്തിനും നീ വിളിക്കുന്ന ഏട്ടന്മാരില്ലേ, അവരോട് ചോദിച്ചു നോക്ക് ചെയ്യുന്നത് ശരിയാണോ എന്ന്. ഞാൻ പോകുന്ന പ്രേമിച്ചതിൻ്റെ കൂടെ ജീവിക്കാനല്ല അമ്മച്ചി, ജോലി ചെയ്യാനാ. അതിന് ഏട്ടന്മാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അയർലൻഡിലെ സൗഭാഗ്യങ്ങളൊന്നും വേണ്ട അമ്മച്ചി. പിന്നെ കുടുംബക്കാർ അവർ ചെയ്തെന്ന ഉപകാരം കൊണ്ടാ ഞാൻ ഈ അവസ്ഥയിലായത്. വല്ലവൻ്റെ ഈ ഹോം നേഴ്സ് ആവാനാണോടി നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച്? ഇവിടെ നീ ഇറങ്ങിയാൽ പിന്നെ എന്നെ കാണാൻ വരണ്ട. ഞാൻ തറവാട്ടിലേക്ക് പോവാ. ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് വിശ്രമിക്കണം. മോള് ബസ് ഡ്രൈവറെ പ്രേമിച്ച് ആ ബന്ധം സമ്മതിക്കാതിൻ്റെ പേരിൽ അമ്മച്ചി ഉപേക്ഷിച്ചു പോയ കാര്യം നാട്ടുകാരറിയും മുമ്പ് ഇവിടുന്ന് മാറുന്ന മുകുന്ദൻ വിളിക്കുന്ന കേട്ട് ഉമ്മറത്തേക്ക് ചെന്ന ആൻമരിയെ ഞെട്ടിപ്പോയി. മുറ്റത്ത് വരുണിന്റെ കൂടെ വിനോദ്. മുകുന്ദൻ കള്ളച്ചിരിയോടെ ഉമ്മറത്തെ കസേരയിൽ ചാരിയിരിക്കുകയാണ്. ഇയാളറിയോ നമ്മയ്ക്ക്? ആൾ സ്വപ്നത്തിലെന്ന പോലെ മിഴിച്ചിരിക്കുകയായിരുന്നു. വാ കയറിയിരിക്കുക. മുകുന്ദൻ ക്ഷണിച്ചപ്പോൾ വിനോദ് ചെരുപ്പഴിച്ചു വെച്ച് കയറിയിരുന്നു. താനെന്താണ് ഞെട്ടിയോ? വരുൺ ചിരിച്ചു. ഞാൻ തന്നെ നാട്ടിൽ പോയിരുന്നു. തന്റെ നാടിനെ കുറിച്ചും അവിടുത്തെ നൈറ്റ് റൈഡേഴ്സ് ക്ലബിനെ കുറിച്ചൊക്കെ അച്ഛനിടയ്ക്കിടെ പറയാറുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കാണാനൊരു പൂതി, അങ്ങനെ പോയതാ. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞപ്പോ ഗംഭീര സ്വീകരണമായിരുന്നു. വരുൺ വിനോദിന്റെ അടുത്തിരുന്നു. ഈ ആൻമരിയ സാധാരണക്കാരിയൊന്നുമല്ല അച്ഛാ. 11 ഏട്ടന്മാർക്ക് ഒരേ ഒരു പെങ്ങളാ. പക്ഷെ പ്രേമം തകർന്നപ്പോ ഏട്ടന്മാരോടൊന്നും മിണ്ടാതെ നാട് വിട്ടു എന്നേ ഉള്ളൂ. മതിയടാ, നീ ആ കൊച്ചിനെ വിഷമിപ്പിക്കണ്ട. മൂന്നൻ ശാസിച്ചു. പിന്നെ അവളെ നോക്കി. മോള് കുടിക്കാൻ എന്തിനെടുക്ക്. ആളകത്തേക്ക് ചെന്നു. പെട്ടെന്ന് 3 ഗ്ലാസ് ചായ തയ്യാറാക്കി പലഹാരങ്ങൾ പ്ലേറ്റിലിട്ട് എല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്തി. അപ്പോഴേക്കും മുകുന്ദനെയും താങ്ങി പിടിച്ചുകൊണ്ട് വിനോദ് വരണം അവിടെ എത്തി. സുഖാണോ തന്നെ മോളെ? വിനോദിന്റെ ചോദ്യത്തോടെ അതുവരെ അടക്കി പിടിച്ച് നിർത്തിയ കരച്ചിൽ പുറത്തേക്ക് ഒഴുകി. എന്നോട് ക്ഷമിക്കണേ ഏട്ട. ആൾ കൈകൂപ്പി. വിനോദ് ആളെ മാറോട് ചേർത്തു. അന്നമോൾ അതിനെന്ത് തെറ്റായത്? ഒരാളെ ഇഷ്ടപ്പെടുന്ന കുറ്റമൊന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? നിന്നെ അവനെ ഞങ്ങൾ ഒരുമിപ്പിക്കുമായിരുന്നു. സാരല്ല, അതൊക്കെ മറന്നേക്ക്. ഇനി ഏട്ടന്മാർ നോക്കിക്കോളാം. വേണ്ട ഏട്ടാ, വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. ഇല്ലല്ലോ, അതൊക്കെ മോളുടെ തോന്നൽ മാത്രമാണ്. അമ്മച്ചിയെ കാണാറുണ്ടോ ഏട്ടൻ? ഇല്ല, മേരി ചേച്ചി നിന്റെ കൊച്ചച്ഛൻ്റെ കൂടെയാണ് താമസം. നിന്നുള്ള വാശിക്ക് അയാൾ മേരി ചേച്ചി അയർലൻഡിൽ കൊണ്ടുപോയി കാണിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞ്. നടക്കട്ടെ, അമ്മച്ചിയുടെ വലിയ ആഗ്രഹം അത്. എന്നെ കൊണ്ട് എന്തായാലും സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. വിനോദേ, ചായ തണുക്കും. അനിയത്തിയോട് പിന്നെ സംസാരിക്കാം. മുകുന്ദൻ ഓർപ്പിച്ചു. അതോടെ ആൻമരിയ വിനോദിന്റെ ദേഹത്തുനിന്ന് അകന്നു മാറി. ചായ കുടിച്ച ശേഷം ആൻമരിയ വിനോദിനെയും കൂട്ടി ടെറസിലേക്ക് ചെന്നു. ഇവരൊക്കെ നല്ല ആൾക്കാരാണല്ലോ എന്നെ മോളെ. നീ ഹോം നേഴ്സായിട്ടാ ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞ മുതൽ തീരെ മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ വരുണിനെ കണ്ടപ്പോൾ ആ പേടി മാറി. ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടല്ലേ ഏട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. ക്ലബിലെല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? അല്ല, നീ ഒന്നും മിണ്ടാതെ പോലുള്ള പരിഭവമുണ്ട്. അന്നത്തെ സാഹചര്യം അതായിരുന്നു. നിനക്ക് പ്രതീക്ഷനെ കാണാൻ തോന്നില്ലേ? ആൾ പുഞ്ചിരിച്ചു. തോന്നാറുണ്ട്. ആ രണ്ടുപേരും ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നില്ലേ? അടർത്തി മാറ്റാൻ പറ്റില്ല. പക്ഷെ വേണ്ട ഏട്ടാ, ഞാൻ കാരണം ആരും ഇനി വേദനിക്കണ്ട. കുറച്ചു കാലം കഴിഞ്ഞ് അവരെന്നെ മറക്കും. എനിക്ക് പകരം വേറെ ആരെങ്കിലും വരും. എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ജീവിക്കട്ടെ, അത് മതി എനിക്ക്. വിനോദ് അവളുടെ തോളിൽ കൈവച്ചു. അവൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറിയത്. പരസ്പരം ഉള്ളവരെന്ന് സംസാരിച്ചതിലാവുന്ന പ്രശ്നത്തിലാണോ നീ എല്ലാവരെയും വിട്ട് ഇത്രയും ദൂരം വന്ന് താമസിക്കുന്നേ? സംസാരിച്ചിട്ട് എന്ത് കാര്യം? ഇതൊക്കെ പേടിച്ചിട്ട് തന്നെയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്ത്. പക്ഷേ ഇച്ചായൻ കല്ലുവിനോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ, അവരനുഭവിച്ചൊക്കെ അറിഞ്ഞപ്പോൾ എന്തോ
കൂടെ ഉണ്ടാവണം തോന്നി. പക്ഷെ എൻ്റെ മനസ്സ് കാണാൻ ഇച്ചായന് കഴിഞ്ഞില്ല. ഞാനൊരു സാധാരണ പെണ്ണല്ലേ ഏട്ടാ. വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മച്ചിയോട് ഒരു എതിർത്ത് സംസാരിച്ച് ഇച്ചായന് വേണ്ടിയായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു. ആളുടെ ശബ്ദമിളറി. അപ്പനെ അമ്മച്ചിയെ കിട്ടിയ പകർന്ന ബന്ധുക്കൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയതാ. കൂടുതലല്ല അവരോട് പറഞ്ഞ വീണ്ടും ശത്രുക്കളാവും. എന്നിട്ടും കൊച്ചച്ഛൻ്റെ വിലക്ക് വാക്കാതെ കലിയുവിനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഞാൻ. അവൾക്കൊന്നും സംഭവിക്കില്ലേ മാതാവി എന്നായിരുന്നു പ്രാർത്ഥന. എന്നിട്ടോ ആരോ ചെയ്തിട്ട് പഴിയട്ടെ ഞാനും. മോളെ, നിന്നെ അവനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. രണ്ടാളുടെ ഭാഗത്തും ന്യായമുണ്ട്. കൃഷ്ണകൃപാസിലെ ക്ലീന മുരളിയേട്ടനെ ഞാൻ കണ്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ നടന്നൊക്കെ അറിഞ്ഞ് നമുക്ക് ഓരോന്നായി സോൾവ് ആക്കാം. ഞങ്ങളില്ലേ കൂടെ. വരുൺ അവിടേക്ക് വന്നു. ഏട്ടനും അനിയത്തിയും സംസാരിച്ചിരുന്നോ? ഇനി എന്താ വിനോദമായിട്ട് പരിപാടി? അയർലൻഡിലേക്ക് പോകും മുമ്പ് മേരി ചേച്ചിയെ പൊക്കണം. പിന്നെ അവിടെ ഇച്ചാനെ അനിയത്തിയെ. അടിപൊളി, ഞാനുണ്ട് കൂടെ. അപ്പോൾ വരുൺ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? ഇല്ല, ദൈവം സഹായിച്ച് കടങ്ങളൊക്കെ ഏകദേശം തീർന്നു. ദാ ആ മതിലിനോട് ചേർന്ന കെട്ടിടമല്ലേ, അത് ഞങ്ങളുടെയാ. അവിടെ ഒരു പലചരക്കട തുടങ്ങാനാ പരിപാടി. അതാവുമ്പോൾ എനിക്ക് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പം ഞാനോ? എന്നെ പിരിച്ചുവിടുകയാണോ? ആൻമരിയെ ചോദിച്ചു. അതെ, താൻ പോയി ഇച്ചായൻ്റെ മാത്രം അറിയാമയായി ജീവിക്കേ. അവൻ ചിരിച്ചു. എടോ, ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ അച്ഛൻ്റെ വാക്കിലൂടെ അറിഞ്ഞ കുറേ ആളുകളുണ്ട്. താന്, അമ്മച്ചി, ഏട്ടന്മാർ, കൃഷ്ണകൃപാവസിലെ ഡ്രൈവറും കണ്ടക്ടറും, അവരുടെ ഭൂതകാലം, പിന്നെ തൻ്റെ പ്രണയം, ഒടുക്കം വില്ലനായി വന്ന കൊച്ചച്ഛൻ. ദിവസവും കേട്ട് കേട്ട് ഞാനും ഈ കഥയിൽ ആരോണെന്ന ഫീലായിപ്പോ. സോ ഇതിനൊരു നല്ല ക്ലൈമാക്സ് ഉണ്ടാവേണ്ടത് എന്നെ കൂടെ ആവശ്യമാണ്. അവൻ വിനോദിനെ നോക്കി. പ്രജീഷും കല്യാണി എവിടെയാണെന്ന് അറിഞ്ഞു വിനോദേട്ടാ? കുറച്ചു കാലമായിട്ട് ചെന്നൈയിലായിരുന്നു. മരിച്ചുപോയ വിഷ്ണുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. പ്രജീഷ് ടാക്സി ഓടിക്കുകയായിരുന്നു. അതും അടുത്തപ്പോൾ ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ ലോറി ഡ്രൈവറാ. കല്യാണി ഏതോ കമ്പ്യൂട്ടർ കോഴ്സ് ഓടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി വലിച്ചിട്ടാൽ നമുക്ക് തീർക്കാം അല്ലേ? തീർച്ചയായും. എന്നാൽ ആൻമരി ചെന്ന് റെഡിയാവും. അച്ഛന് നോക്കാൻ കൃഷ്ണേട്ടനുണ്ട്. ആൾ ദയനീയമായി അവനെയും വിനോദിനെയും നോക്കി. ചെല്ലുമോളെ, വിനോദ് നിർബന്ധിച്ചു. ആൾ പതിയെ അകത്തേക്ക് നടന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെയൊക്കെ വൃത്തിയാക്കിയതാ. ദേ വീണ്ടും കാട് പിടിച്ചു. പ്രജീഷ് വെട്ടിയത്തി നിലത്തേക്കിട്ട് പൈപ്പിൻ ചോട്ടിൽ നിന്നും കൈകാലുകൾ കഴുകി. പാമ്പുകൾക്ക് ഫാമിലി ടൂർ വരാൻ പറ്റിയ സ്ഥലമാണ്. മൊത്തം നിരത്തി ഇന്റർലോക്ക് ഇട്ടാറാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് പതിവ് പോലെ വീടും പറമ്പ് വൃത്തിയാക്കിയായിരുന്നു അവൻ. കല്യാണി ചവിട്ടുപടിയിൽ ഇരിക്കുന്നു. ആളുടെ മറുപടിയൊന്നും കേൾക്കാതായപ്പോൾ അവൻ അങ്ങോട്ട് നോക്കി. വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അവൾ. അവൻ മുഖം തുടച്ച് അവൾക്കരികിലിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? ഏട്ടന് ചേച്ചിയെ മിസ് ചെയ്യുന്നില്ലേ? ആ ചോദ്യം അപ്രതീക്ഷിതമായിരുന്നു. പ്രജീഷ് പതറി. അത് പറയട്ടാ. ഉണ്ട്, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഏട്ടാ. ചേച്ചി പാവ. എന്നുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് ചേച്ചിയെ വേദനിപ്പിച്ച തെറ്റ് തന്നെയാ. അറിയാങ്കല്ലോ, പറ്റിപ്പോയി. എന്നെ അവിടെ കൊച്ചച്ഛൻ തള്ളിയിലൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നിന്നെ അയാൾ അപമാനിച്ചു. അതിൻ്റെ കൂടെ നീ കുഴഞ്ഞു വീണപ്പോൾ ഞാൻ അനുഭവിച്ച ടെൻഷൻ എല്ലാം ചേർന്നപ്പോൾ എനിക്ക് ഭ്രാന്തി പിടിച്ചു. തെറ്റ് 100% എൻ്റേത് മാത്രമാണ്. ഒരു മാപ്പ് ഞാൻ അർഹിക്കുന്നില്ല. അതാണ് എല്ലാ സങ്കടവും ഉള്ളിൽ ഒതുക്കുന്നത്. കല്യാണി അവൻ്റെ തോളിലേക്ക് തലയായിച്ചു. കുട്ടിക്കാലം തൊട്ട് അമ്പലത്തിൽ പോയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അടുത്ത ജന്മത്തിൽ എനിക്ക് ഏട്ടൻ്റെ അനിയത്തിയായിട്ട് ജനിക്കണമെന്നാ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ഭാഗ്യമില്ലാത്തവളാ. അച്ഛനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മുലകുടി മാറാത്ത പ്രായത്തിൽ അമ്മ ഇട്ടിട്ട് പോയി. പിന്നെ സ്നേഹിക്കാനുണ്ടായിരുന്ന ശ്യാമേച്ചിയും വിഷ്ണുവേട്ടനും പോയി. ഇപ്പം ഇതാ ഞാൻ കാരണം ഏട്ടൻ്റെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതായി. അത് വിഷ്ണുവേട്ടൻ്റെ കൂടെ ഞാനും മരിച്ചിരുന്നെങ്കിൽ ഏട്ടന് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ? ഏയ്, അങ്ങനെയൊന്നും പറയില്ലേ മോളെ. ഏട്ടൻ്റെ എല്ലാമായിട്ട് നീ എന്നും കൂടെ ഉണ്ടായാൽ മാത്രം മതി. അവ ചേച്ചിയെ കാണാൻ പോലെ ഏട്ടാ. ഏയ്, ആളിപ്പോൾ അയർലൻഡിൽ എത്തിയിട്ടുണ്ടാവും. അമ്മച്ചിയുടെയും കൊച്ചിൻ്റെ എല്ലാം ആഗ്രഹം പോലെ അവൾ ജീവിക്കട്ടെ. ഒരു കാറ് മുറ്റത്തേക്ക് വരുന്നുണ്ടപ്പോൾ കല്യാണിയും പ്രജീഷും എഴുന്നേറ്റു. 2 പുരുഷന്മാർ ആദ്യം കാറിൽ നിന്നിറങ്ങി. അതിന് പുറകെ ഇറങ്ങിയ ആൻമരിയെ കണ്ടപ്പോൾ പ്രജീഷും കല്യാണിയും ഞെട്ടി. പ്രജീഷിന് മനസ്സിലായില്ല എന്നറിയാം. ഞാൻ വിനോദ്, അന്നമോളുടെ ഏട്ടൻ. ഇത് വരുൺ. ഇവളിപ്പോൾ വരുണിൻ്റെ വീട്ടിലാ ജോലി ചെയ്യുന്നത്. കല്യാണി ഒറ്റക്കുതിപ്പിന് ആൻമരിയുടെ അടുത്തെത്തി. ആളുടെ തോളിൽ പലതവണ അടിച്ചു. പിന്നെ ഇരുകാവളിലും നഖങ്ങൾ ആഴ്ത്തി. എന്നെ ഇട്ടിട്ട് പോകാൻ ചേച്ചിക്ക് എങ്ങനെ തോന്നി? അപ്പോൾ ഇത്രയുള്ളൂ ഈ മനസ്സിൽ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? ഒന്ന് ഫോൺ ചെയ്തൂടെ? ഞാൻ പല തവണ വിളിച്ചു. അപ്പോൾ നമ്പർ നിലവിലില്ലെന്നാ പറഞ്ഞിരുന്നേ. സിം മാറ്റിയല്ലേ? അനിയത്തിയാണ് കോപ്പാണെന്നൊക്കെ വെറുതെ തള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. 6 മാസമൊക്കെ എന്നെ കാണാതിരിക്കാൻ ചേച്ചിക്ക് എങ്ങനെ കഴിഞ്ഞു? അവൾ ആൻമരിയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒന്നുമില്ല, അച്ഛനമ്മയില്ലാത്ത ഒരിക്കലും ഭ്രാന്ത് വന്ന പെണ്ണല്ലേ ഞാൻ. ആ പരിഗണന പോലും തന്നില്ലല്ലോ. അച്ഛനും അമ്മയും ഇല്ല എന്ന സത്യം തന്നെ. പിന്നെ ഭ്രാന്തിൻ്റെ കാര്യം നിനക്കത് ഇപ്പോഴും ഉണ്ട്. അതിലെ അടിക്കുകയും പിച്ചൊക്കെ ചെയ്യുന്നത്. ആൻമരിയെ ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു. കല്യാണി ഒറ്റ കരച്ചിലായിരുന്നു. ചേച്ചി ഓർത്ത് കരയാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ചേച്ചിയെ. മാറി നിന്ന് നിനക്ക് നിന്റെ ഏട്ടന് വേണ്ടിയല്ലേ കല്ലു?
അവൾ കല്യാണിയുടെ മുതുകിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. കരച്ചിലൊന്ന് അടങ്ങിയപ്പോൾ കല്യാണി അവളെ അടിമുടി നോക്കി. ചേച്ചി നന്നായി ക്ഷീണിച്ചു കേട്ടോ. നീ പക്ഷെ ഗുണ്ടോണിയായല്ലോ. വേറെ പണിയൊന്നുമില്ല, ഇരുന്ന് തിന്നും. അപ്പോഴാണ് മറ്റു രണ്ടുപേരെ കുറിച്ച് കല്യാണി ഓർത്ത്. സോറി, നിങ്ങളെ മുറ്റത്തന്നെ നിർത്തിയല്ലേ? ഞാൻ ചേച്ചിയെ കണ്ട സന്തോഷത്തിൽ. അത് സാറില്ല, കയറിക്ക്, ഞാൻ കുടിക്കാനെന്തെങ്കിലും എടുക്കാം. ആൾ ആൻമരിയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. വരുണും വിനോദും സിറ്റൗട്ടിൽ നിന്ന്, കൂടെ പ്രജീഷും. പ്രജീഷ്, ഒരേട്ടൻ അനിയത്തിയുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും. വിനോദ് സംസാരിച്ചു തുടങ്ങി. കല്യാണിയെ വളർത്തിയവും പഠിപ്പിച്ചവും സ്നേഹിച്ചെല്ലാം നല്ല കാര്യം തന്നെ. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ അനിയത്തിക്കായി ജീവിക്കാൻ നല്ലൊരു ഏട്ടൻ, അതിൽ നിന്നോട് എനിക്ക് ബഹുമാനാ. പക്ഷെ നീ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ ഒന്നുണ്ട്. ആ പെൺകുട്ടിക്ക് അമ്മയുടെ സ്നേഹം അത്യാവശ്യമാണ്. ശ്യാമേച്ചിയുടെ അവൾ അടുത്തതിന്റെ കാരണം അത് തന്നെയാ. ഇപ്പൊ അന്നമോളോട് അവൾ പെരുമാറിയത് നീ കണ്ടില്ലേ? പ്രായം കൊണ്ടല്ലെങ്കിലും സ്നേഹം കൊണ്ട് അന്നമോൾ അവളുടെ അമ്മയുടെ സ്ഥാനത്താ. അങ്ങനെ ഒരു പെണ്ണിനോട് നീ പെരുമാറിയ രീതി ശരിയാണോ? കല്യാണിക്ക് വയ്യാതായി എന്നറിഞ്ഞ് ഓടി വന്ന അവളോട് നീ ദേഷ്യപ്പെട്ടു. വീട്ടിലെ അമ്മച്ചിയും കൊച്ചച്ഛനും ആന്റി ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടും തളരാത്ത അവള് നിന്റെ വാക്കുകൾക്ക് മുമ്പിലാ തളർന്നു പോയത്. അറിയാട്ടാ. പ്രജീഷിന്റെ ശബ്ദം താഴ്ന്നിരുന്നു. അവളൊരു പാവ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനൊന്നും ഓർത്തില്ല. നിങ്ങൾ പരസ്പരം ഒന്ന് ഉള്ളുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അന്നേ തീരേണ്ട പ്രശ്നമാണ് ഇത്. ചെയ്തില്ല. പകരം 2 നാടുകളിൽ നുരി. എന്നിട്ട് എന്താ നേടിയത്? കുറെ സങ്കടങ്ങൾ മാത്രം അല്ലേ? അവൻ മിണ്ടിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. തെറ്റുകൾ മനുഷ്യ സഹജ. അത് തിരുത്തി മുന്നോട്ട് പോകണം. വിനോദാവിന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ജീവിതം ഒരുപാട് ബാക്കിയാണ് പ്രജീഷേ. നിനക്ക് ചിലപ്പോൾ ഭാര്യയായിട്ട് വേറെ പെണ്ണിനെ കിട്ടും. പക്ഷെ കല്യാണി ഇതുപോലെ സ്നേഹിക്കാൻ ആ പെണ്ണിനെ കൊണ്ട് കഴിയാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ എനിക്കിപ്പോൾ എന്താ അർഹത? ഇത്രയും വേദനിപ്പിച്ചിട്ട് ഞാനെങ്ങനെയായിട്ടാ അവളെ? ആ മനസ്സിൽ ഇയാൾക്കൊരു വലിയ സ്ഥാനമുണ്ട്. അത് തന്നെയാണ് അർഹത. വരുണാണ് മറുപടി പറഞ്ഞു. എൻ്റെ അച്ഛന് വയ്യ. അദ്ദേഹത്തെ നോക്കുന്നതാണ് ആൻമരിയുടെ ജോലി. പല രാത്രികളിൽ ഉറങ്ങാതെ കരയുന്ന ആൻമരിയെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഉറക്കത്തിൽ ഇച്ഛായെന്ന് വിളിക്കുന്നുണ്ടാവും. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും അച്ഛനും ഇതിനു വേണ്ടി ഇറങ്ങിയത്. എന്തിനാണോ ആ പെണ്ണിനെ എനിക്ക് അറിയിക്കുന്നത്? ചെല്, പോയി സംസാരിക്കേ. പ്രജീഷ് പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. കല്യാണി ആൻമരിയും കിച്ചണിലായിരുന്നു. അവനെ കണ്ടതും കല്യാണി അടുക്കള വഴി പുറത്തിറങ്ങി. ഏട്ടാ, ഞാൻ പാൽ വാങ്ങിയിട്ട് വരാം. ഓടുന്നതിന് അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആൻമരിയ കിച്ചൺ സ്ലാബിൽ നഖം കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. കൊച്ചേ, അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. കൊച്ചേ, അവൻ വീണ്ടും വിളിച്ചു. എടി മറിയാമേ, ഈ ഇച്ഛായനോട് ക്ഷമിക്കടി. അതിനും പ്രതികരണം ഉണ്ടായില്ല. പ്രജീഷ് അവളെ ബലം പ്രയോഗിച്ച് തിരിച്ചു നിർത്തി. വേണ എന്നെ തല്ലിക്കോ, എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ മിണ്ടാതിരിക്കില്ലടി പ്ലീസ്. അവൻ കെഞ്ചി. ആൻമരി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ഈ ചായൻ്റെ ആരാ? എൻ്റെ പ്രാണൻ. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നോടല്ലേ? പറ്റിപ്പോയി, മാപ്പ്. വേണേ നിന്റെ കാല് പിടിക്കാം. അവൻ കുനിഞ്ഞത് അവൾ പുറകിലേക്ക് മാറി. എന്തീ കാണിക്കുന്നേ? നിന്നെ വേദനിപ്പിച്ചതിന് എന്ത് ശിക്ഷ എന്നാലും വാങ്ങിച്ചോളാം ഞാൻ. മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് മാസങ്ങളായി. കല്ലുവിന് മുമ്പിൽ ചിരിച്ച് അഭിനയിക്കുന്നതന്നേ ഉള്ളൂ. അവൾക്ക് വിഷമം വരുന്നൊന്നും ഉണ്ടാവരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതാ കുറച്ചാൾ മാറിന്ന്. പക്ഷേ നീ ഇങ്ങനെ ഫോൺ ഓഫ് ചെയ്താലെന്ന് ഞാൻ കരുതിയില്ല വെച്ചേ. അമ്മച്ചി ഫോൺ എറിഞ്ഞു വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ സിം എവിടെയാ തെറിച്ചു പോയി. അത് തപ്പാനോ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാനും തോന്നിയില്ല. അങ്കിളുടെ വീട്ടിൽ ജോലിക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് പഴയ ഫോണായിപ്പോൾ ഉപയോഗിക്കുന്നത്. ആ നമ്പർ അധികം ആർക്കും അറിയില്ല. അമ്മച്ചിയുടെ കാര്യങ്ങൾ അറിയാൻ ലീലേച്ചിയും മാധവ ടീച്ചറെ മാത്രം ഇടയ്ക്ക് വിളിക്കും. ആ നമ്പർ വിനോദേട്ടനെ എങ്ങനെയോ സംഘടിപ്പിച്ചെടുത്തു. ഏട്ടനിടയ്ക്കിടെ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ സംസാരിക്കാനും തോന്നിയില്ല. കൊച്ചേ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? വേണ്ട, എന്നെ മനസ്സിലാക്കാത്ത ഒരാളെ എന്നെ തൊടണ്ട പ്ലീസ് കൊച്ചേ. വേണ്ടെന്നല്ലേ പറഞ്ഞ്? എന്നാ പിന്നെ അതൊന്ന് കാണല്ലോ. അവനവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ആൻമരിയെ കുതിരി. പക്ഷേ ഫലമുണ്ടായില്ല. പ്രജീഷ് അവളുടെ നെഞ്ചിൽ അത്തരങ്ങൾ അമർത്തി. എന്നെക്കാളും എൻ്റെ അനിയത്തിയെ നീ സ്നേഹിക്കുന്നുണ്ട്. അവള് നിന്നെ അതൊന്നും തിരിച്ചറിഞ്ഞില്ല. ആ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് ഈ ജന്മം മുഴുവൻ നിന്നെ കൂടെ വേണം. എൻ്റെ ഭാര്യയായിട്ട്, ഇച്ഛായൻ്റെ മാത്രം പെണ്ണായിട്ട്. ആൻമരി അവൻ്റെ മാറിൽ മുഖം ചേർത്ത് ഏങ്ങലടിച്ച് കരഞ്ഞു തുടങ്ങി. 6 മാസത്തെ സങ്കടങ്ങൾ കണ്ണുനീരായി ഒലിച്ചിറങ്ങുകയാണ്. പാൽ വാങ്ങി വരികയായിരുന്ന കല്യാണി ആ കാഴ്ച കണ്ട് അവിടെ തന്നെ നിന്നു. പിന്നെ സന്തോഷത്തോടെ വീടിന്റെ സൈഡിലൂടെ മുറ്റത്തേക്ക് നടന്നു. ചേച്ചിക്ക് ഇപ്പോഴെന്തോ ഒരു മനമാറ്റം? ബെന്നി രോഷത്തോടെ ചോദിച്ചു. ആ എണ്ണം കെട്ടവള് ചെയ്ത തെറ്റിന് ചേച്ചി ഞാൻ അനുഭവിക്കുന്നേ. ജോമിയുടെ ഭാര്യയുടെ ഡെലിവറി അടുത്ത മാസം ഉണ്ടാവും. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും അയർലൻഡിലെത്താം. കുറച്ചു ദിവസം നിന്നിട്ട് തിരിച്ചു വരാമല്ലോ. അതൊക്കെ ശരിയാ ബെന്നി. പക്ഷെ അന്നമോൾ തനിച്ച് ഏതോ നാട്ടിൽ അവൾക്കൊരു തെറ്റുപറ്റി. എന്നിട്ട് അവൾ ആ പയ്യന്റെ കൂടെ പോയിട്ടൊന്നുമില്ലല്ലോ. മേരിയ പറഞ്ഞ സലോമി പരിഹസിച്ചിരിച്ചു. ഒരന്നമോള് കയ്യിൽ കിട്ടിയ നല്ലൊരു ജീവിതം തുറച്ച് ഏതൊരാളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു ഞങ്ങളോടുള്ള പ്രതികാരമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് ചേച്ചി. അവള് കാരണം തലവരുത്തി നടക്കാൻ പറ്റാതായി. ഇതിലും നല്ലത് അവൾ ആ ഹിന്ദിച്ചക്കൻ്റെ കൂടെ പോകുന്നതായിരുന്നു. ഒന്നുകിൽ ചേച്ചിക്ക് ആളുകൂടെ അയർലൻഡ് വരാം, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ആ കുടിയിൽ കഴിയും. ഒന്നിനും നിർബന്ധിക്കുന്നില്ല.
ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് മൂവര് അങ്ങോട്ട് നോക്കി. ആദ്യം വിനോദും വരണം. അതിനു പുറകെ ക്ലബിലെ അംഗങ്ങളായ സജി ഹൗസിൽ മുറ്റത്തേക്ക് വന്നു. ഏറ്റവും പുറകിലായി ആൻമരിയെയും. ബെന്നി അലറി. എന്റെ മുറ്റത്തേക്ക് വരാൻ നിന്നോട് ആരടി പറഞ്ഞേ? ഇറങ്ങിക്കോളാം ഇപ്പോ. ബെന്നി ചേട്ടാ, ഞങ്ങൾ വഴക്കിനൊന്നല്ല. വിനോദ് ഇടയിൽ കയറി. മേരി ചേച്ചിയോട് സംസാരിക്കണം, അതിനുശേഷം പോയിക്കോളാം, പ്രശ്നം ഉണ്ടാക്കരുത്. നീയൊക്കെ ഏതാടാ? എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? ഞാനോ? ഞാൻ നിന്റെ ചത്തുപോയ തന്റെ തോമാച്ചൻ. എന്ത് വീട്ടിൽ കയറി വന്നിട്ട് തോന്നിയ ദിവസം പറയുന്നോ? ബെന്നി മുറ്റത്തേക്ക് ചാടിയിറങ്ങി കൈവീശിയെങ്കിലും വിനോദ് ആ കൈ പിടിച്ചു വെച്ചു. പിന്നെ അയാളെ പുറകിലേക്ക് തള്ളി. ഓട്ടോ ഡ്രൈവർ ആകുമ്പോൾ മുമ്പ് എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു ബെന്നി ചേട്ടാ. കൈയൊക്കെ കാണിക്കാനാ പാവെങ്കിൽ തനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് സമയം ഉണ്ടാവില്ല. പറയാനുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കോളാം, കൂടുതൽ പട്ടിഷോ വേണ്ട. വിനോദം മുണ്ടുവണക്കി കുത്തി മേരിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ തന്റെ മകളെയും കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ താമസിക്കാൻ വന്ന വർഷങ്ങൾക്ക് മുമ്പ്. തുച്ഛമായ വരുമാനത്തിന് സീ ഫുഡ് കമ്പനിയിൽ ജോലിക്ക് കൊടുക്കുന്ന അവരുടെ രൂപം ഇന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ആ അമ്മയും മോളെ ഞങ്ങളെല്ലാം ഒരുപാട് സ്നേഹിച്ചു. അതിനെന്താ കാരണമൊന്നറിയില്ല. പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുന്നതിന് ചിന്ത. ഞങ്ങളാരും മാരിമാരൊന്നുമല്ല. പക്ഷെ മേരി ചേച്ചിയുടെ ഒരു വിളിക്കപ്പുറം എന്തിനും തയ്യാറായി ഞങ്ങൾ ഉണ്ടായിരുന്നത് നിങ്ങളെ സ്വന്തം കുടുംബമായി കണ്ടിട്ട് തന്നെയാ. അന്ന് ചേച്ചിക്ക് ഞങ്ങളും ഈ മോളും തന്നെയായിരുന്നു വലുത്. മേരി തലവനിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇയാളും ഭാര്യയും വന്നപ്പോ ഇവരുടെ പത്രാസിൽ മേരി ചേച്ചി മയങ്ങിപ്പോയി. ഇവരെ പോലെ ആവണം, ഇവരെ പോലെ ജീവിക്കണമെന്ന് മാത്രമായി ചിന്ത. ചേച്ചിയുടെ കൂടെ ജീവിക്കാൻ പക്ഷേ ഈ സൗഭാഗ്യങ്ങളെ ഉപേക്ഷിച്ച ഒരാളുണ്ട്, ചേച്ചിയുടെ ഭർത്താവ്. അത് മറക്കരുതായിരുന്നു. അപ്പനും അമ്മയും സ്നേഹിക്കുന്ന കണ്ടുകൊള്ളുന്ന അന്നമോള് അവളുടെ സങ്കല്പത്തിലെ ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അതൊരു തെറ്റല്ലേ ചേച്ചി? അയാൾ ആൻമരിയുടെ കൈ പിടിച്ച് മുന്നിലേക്ക് നീക്കിരുത്തി. ചേച്ചി പെണ്ണിന്റെ കോലം നോക്ക്. ഇതിന് മാത്രം വലിയ കുറ്റമൊന്നും ഇവള് ചെയ്തിട്ടില്ല. അനിയത്തി ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ തന്റെ ഭാര്യയാവുന്ന പെൺകുട്ടിയെ സ്നേഹം കൊണ്ട് മൂടും. അവിടെ പണത്തിനും മതത്തിനും കുടുംബമായ്മയ്ക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അന്നമോൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ചേച്ചിക്ക് ആഗ്രഹം. അവൾക്ക് അയർലൻഡിലെ ജോലിയും കാശൊന്നുമില്ല. ആ സാധാരണക്കാരായ ബസ് ഡ്രൈവർ അവന്റെ അനിയത്തിയാണല്ല. ആ സന്തോഷം ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അയാൾ എല്ലാവരെയും നോക്കി. ഇവളൊന്നും മൂളിയാൽ ഞങ്ങൾ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കായിരുന്നു. പക്ഷെ ഇവള് പറഞ്ഞ് അമ്മച്ചിയെ വേണമെന്നാ. തീരുമാനം എടുക്കേണ്ട ചേച്ചിയാ. മേരി കുറച്ചേരം അതേ നിൽപ്പുറന്നു. പിന്നെ അകത്തേക്ക് നടന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തിയപ്പോൾ അവരുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഇവന്മാരുടെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചോ? ഇനി മേലില് സ്വന്തവും ബന്ധവും പറഞ്ഞ് പാടി ചവിട്ടരുത്. അല്ലെങ്കിലും ആട്ടയെ പിടിച്ച് മെത്തേക്ക് എടുത്താൻ ശ്രമിച്ച ഞാനാ മണ്ടൻ. ബെന്നി കാറിത്തുപ്പി. തള്ളേ മോള് ആമ്പിള്ളേരുടെ കൂടെ ജീവിച്ച് സുഖം പിടിച്ചു, അതിന്റെയാ. അയാൾ അത് പറഞ്ഞിരുന്നു. വരുൺ മുന്നോട്ടാഞ്ഞ് കൈവീശി. അഫ്സലും സാജിയും പിടിച്ചു വെച്ചുകൊണ്ട് മാത്രം ബെന്നിയുടെ മുഖം ചതഞ്ഞില്ല. വേണ്ട വരണേ, ഈ പന്നനിൽ ഞാൻ വേണ്ട വേണ്ടാന്ന് നോക്കുമ്പോ തണി കയറുന്നോ? പ്രജീഷ് ഒരു പാവത്താനാ, അവനെ തന്നെ പഞ്ഞിക്കിടാൻ പറ്റിയില്ല. പക്ഷെ ഈ നാക്കൊണ്ട് എല്ലാവരും ഒരുപോലെ ചിലക്കാൻ വന്ന തെണ്ടി ചാവട്ടി എല്ലോടി ഞാൻ. സ്വന്തവും ബന്ധം പോലും. എടോ, ഇത്രയും കാലം താനും പെണ്ണുമ്പിള്ള എവിടെയായിരുന്നു? അന്നൊന്നും ഒരു 10 രൂപയുടെ സഹായം ഇവർക്ക് താൻ ചെയ്തിട്ടുണ്ടോ? ഈ ചേച്ചിയുടെ ഭർത്താവിന് അവകാശപ്പെടുന്ന പകുതി മാത്രം താനിപ്പോ കൊടുക്കാൻ സമ്മതിച്ച്. ഇവർക്ക് പഠിപ്പും ലോകപരിചയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അനിയൻ സ്വത്തിന്റെ പാതി മുക്കിയത് അവരറിഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളതൊക്കെ അറിഞ്ഞിടൂ. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. പക്ഷെ അയർലൻഡ് കാണിക്കാവുന്ന പേരിൽ താൻ ഇവരെ കൊണ്ടുപോകുന്നു. തന്റെ മകന്റെ ഭാര്യയുടെ പ്രസവം നോക്കാനും കൊച്ചിന്റെ അപ്പ്യൂരാണെന്ന് നോക്കുമ്പോ തന്നെ കാലുമാരി നിലത്തടിക്കാനാ തോന്നുന്നത്. ശമ്പളം ഇല്ലാതൊരു വേലക്കാരി. മനസ്സിനകരെ സിനിമയിലെ KPC കളിച്ച് ആക്കാനായിരുന്നു പ്ലാന്. കൊള്ളാം വൈ അരി വേണ്ട, തന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. മേരി ഞെട്ടി ബെന്നിയെയും വരുണിനെയും മാറി മാറി നോക്കി. ബെന്നിയുടെ മുഖത്തിൽ നിന്നും വരുൺ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഉള്ളതാ, കുടുംബസ്നേഹം മൂത്തിട്ട് വന്നല്ല ഇയാളും ഭാര്യയും. ഇനി അമ്മച്ചി തീരുമാനിച്ചോ? മേരി ബാഗ് താഴെ വെച്ച് ബെന്നി നോക്കി കൈകൂപ്പി. നന്ദി എല്ലാത്തിനും. അത്രമാത്രം പറഞ്ഞ് അവർ ബാഗ് എടുത്ത് റോഡിലേക്ക് നടന്നു. പിന്നാലെ മറ്റുള്ളവരും. വരുണായിരുന്നു കാർ ഡ്രൈവ് ചെയ്ത്. വിനോദ് തൊട്ടടുത്തിരിക്കുന്നു. പുറകിലെ സീറ്റിൽ ആൻമരിയും മേരിയും. കാറിന് മുമ്പിൽ ബൈക്കിൽ അഫ്സലും സജിയും പോകുന്നുണ്ട്. ആൻമരിയെ പതിയെ മേരിയെ തൊട്ടു. പിണക്കാണോ? അവരെല്ലാം തലയാട്ടി. പിന്നെന്താ ആലോചിക്കുന്നേ? അയർലൻഡിൽ ചെന്നാൽ ഉപയോഗിക്കാൻ ഞാനൊരു ജാക്കറ്റ് വാങ്ങിയിരുന്നു. അതിപ്പോ എന്താ ചെയ്യാ? ആൻമരിയെ ചിരി പൊട്ടി. വിഷമിക്കണ, നമുക്ക് ഊട്ടിയിലേക്കൊരു ടൂർ പോവാം. അവിടെയും തണുപ്പാ. കാശ് കൊടുത്ത് വാങ്ങിച്ച് വെറുതെ ആക്കണ്ട അമ്മച്ചി. മേരിയും ചിരിച്ചു. പിന്നെ അവളുടെ കവിളിൽ തലോടി. എനിക്ക് ആ പയ്യനെയും അവൻ്റെ അനിയത്തിയും ഒന്ന് കാണണം. അതൊക്കെ പിന്നെ. ആദ്യം ഞാൻ എൻ്റെ അമ്മച്ചിയുടെ ചൂടേറ്റ് ഇച്ചിരി കിടക്കട്ടെ. എത്ര നാളായി? ഇറക്കി വിട്ടൊന്നല്ലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ. കുറ്റപ്പെടുത്തല്ലേ മേരി കുഞ്ഞെ. ആൾ മേരിയുടെ മടിയിലേക്ക് തലയാഴ്ച കിടന്നു. മേരി അവളുടെ കവിളിൽ ഉമ്മ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ വിനോദ് തിരിഞ്ഞു നോക്കി. മേരി ആൻമരിയും നല്ല ഉറക്കത്തിലാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അടുത്തിരുന്നവും സംസാരിച്ചാൽ തീരാവുന്ന ദേഷ്യവും വാശിയും കൊണ്ട് പെരുപ്പിക്കുന്ന സ്വഭാവം മനുഷ്യന്മാർക്ക് മാത്രമേ ഉണ്ടാവൂ.
അത് ശരി വിനോദേട്ടാ. പക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എവിടേക്കോ ജനിച്ചോളം നമ്മളൊക്കെ ഇന്നൊരു കുടുംബം പോലെ അടുക്കില്ലായിരുന്നല്ലോ. അല്ല ശരിക്കും നീ എന്തിനാ ആളെ തല്ലാൻ പോയെ? പണ്ടവൻ കല്യാണി ഇൻസൾട്ട് ചെയ്തില്ലേ, ഭ്രാന്തി എന്ന് വിളിച്ചില്ലേ? അന്ന് പ്രജിക്കൊരെണ്ണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇന്ന് അവന്റെ ഡയലോഗ് കേട്ടപ്പോ കല്യാണിയുടെ മുഖോർ വന്നു. അതൊരു പാവം കുട്ടിയിലെ വിനോദേട്ടാ, തങ്കപ്പെട്ട സ്വഭാവം. ഈ പ്രായത്തിടെ എന്തൊക്കെ അനുഭവിച്ചു, അതൊക്കെ ഓർത്ത് രക്തം തിളച്ചു. നിങ്ങൾ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അവന്റെ പരിപ്പിളക്കിയാനേ. ഓവ വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് പറഞ്ഞ കേസ് തലയിൽ വരും. പണ്ട് ആവേശത്തിന്റെ പുറത്ത് പലതും ചെയ്ത് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് മിസ്റ്റർ വരുൺ മുകുന്ദന് കല്യാണിയോട് മാത്രം പ്രത്യേക പരിഗണന? ഏയ് അങ്ങനെയൊന്നുമില്ല ഏട്ടാ. പൊന്നാനിയ, അവളുടെ പേര് പറയുമ്പോൾ നിന്റെ മോന്തയിൽ തെളിച്ചതിൽ നിന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് കരക്കടുപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ പ്രജീഷിനോട് സംസാരിക്കാം. അറിഞ്ഞിടത്തോളം കല്യാണിക്കും സമയം ആവശ്യമാണ്. എനിക്ക് ധൃതിയൊന്നുമില്ല. എന്ന് വിഷ്ണുവിന്റെ സ്ഥാനത്ത് കല്യാണിക്ക് എന്നെ കാണാൻ പറ്റുന്നു അന്ന് മതി. അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ്. എല്ലാം ശരിയാവും. നീ ഏതെങ്കിലും ഓട്ടോ മുമ്പിൽ വണ്ടി എടുത്ത് ഇന്നലെ കഴിച്ചിട്ട് പോവാം. വരുൺ കാറിന്റെ വേഗത വർദ്ധിപ്പിച്ചു. എന്നിട്ട് റിജിൻ ആകാംക്ഷയുടെ മുരളിയോട് ചോദിച്ചു. കൃഷ്ണകൃപ ബസ്സിലെ പുതിയ കണ്ടക്ടറാണ് റിജിൻ. ഹോസ്പിറ്റലിൽ വരാന്തിലിരിക്കുകയാണ് രണ്ടുപേരും. എന്നിട്ടെന്താ, പ്രജീഷ് ആൻമരിയെ കെട്ടി. മേരി ചേച്ചി അവർക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. അവന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഡ്രൈവറായി ജോലി കിട്ടി. ആൻമരിയ പഴയ ഹോസ്പിറ്റലിൽ തന്നെ നഴ്സുമായി. അപ്പൊ കല്യാണി ചേച്ചിയോ? അവളിന്ന് വരുണിന്റെ ഭാര്യ. കഴിഞ്ഞതിന്റെ 9 മാസം അവരുടെ കല്യാണം കഴിഞ്ഞ്. അയാൾ രജിനൊന്ന് കനപ്പിച്ച് നോക്കി. ഇതൊക്കെ കേട്ടിട്ട് നിനക്കും ബസ്സിൽ വരുന്ന പെൺപിള്ളേരെ വളക്കാൻ തോന്നുന്നുണ്ടോ? നാട്ടുകാരുടെ ഇടിയോളാനെ പോലെ സമയം കാണും. ഏയ് എനിക്ക് കൊണ്ട് ആളുണ്ട് കേട്ടോ. 19 വയസ്സാകുമ്പോഴേക്കും നിനക്ക് പെണ്ണ് തെറ്റായി. ഈ കാലത്തെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. മുരളി ദീർഘമായി നിശ്വസിച്ചു. അപ്പോഴാണ് വരുണും കല്യാണം അവിടേക്ക് ഓടിക്കച്ച് വന്ന്. മുരളിയേട്ടാ എന്തായി? ലേബർ റൂമിൽ കയറ്റി, അതിൻ്റെ ഈ ബഹളം. കല്യാണി കോറിഡോറിന്റെ അങ്ങേ തലക്കിലേക്ക് നോക്കി. അവിടെ ചെറിയൊരു ആൾക്കൂട്ടം തന്നെയുണ്ട്. പ്രജീഷ്, മേരി, നൈറ്റ് റേസ് ക്ലബിലെ അംഗങ്ങൾ, ലീല, ഭർത്താവ് രാജൻ, അങ്ങനെ എല്ലാവരും. നീ എന്താ മോളെ വൈകിയത്? അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? രാവിലെ കടയിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പോരാണ്ടി കാലമാണ് കുളിക്കാൻ കയറിയ 1 മണിക്കൂറെങ്കിലും സമയമെടുക്കും. കാലമാണ് നിന്റെ ഏട്ടനാ. ദേ കുരിപ്പേ, നീ സാരി ഒപ്പിന്നിട്ടല്ലേ വൈകിയത്? വരുൺ ദേഷ്യപ്പെട്ടു. പിന്നെ ലേബർ റൂമിന് മുമ്പിലേക്ക് നടന്നു. സുഖാണോ കല്ലു നിനക്ക്? അതേ മുല്ലേട്ടാ. ഇതാരാ? ഇതാ കൃഷ്ണകൃപയിലെ പുതിയ കണ്ടക്ടർ റജിൻ. ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. സത്യന്റെ പരിചയക്കാരൻ്റെ മോനാ. അപ്പൊ ഇന്ന് ബസ് ഓടിയില്ലേ? ഇല്ല, പാർട്ടി പരിപാടി ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ കഴിഞ്ഞപ്പോൾ സത്യേട്ടൻ പറഞ്ഞു ഓയിൽ ചേഞ്ചും മറ്റു പണിയൊക്കെ തീർത്തു വന്ന്. അങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നാ. അപ്പോഴാണ് ഇവിടുത്തെ കാര്യം അറിഞ്ഞു. ഞാൻ ഇത്രയും നേരം നിങ്ങളുടെ കഥവിനെ പറഞ്ഞു കൊടുക്കായിരുന്നു. അയ്യേ. എന്താ അയ്യേന്ന്? ഒരു സിനിമക്കുള്ള മൊത്തം ഉണ്ടല്ലോ. ഞാനങ്ങോട്ട് പോയി നോക്കട്ടെ. ആൾ പ്രജീഷിന്റെ അടുത്തേക്ക് നടന്നു. ലേബർ റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടു. ഡോക്ടർ തന്നെ തല പുറത്തേക്ക് നീട്ടി. ആൻമരിയുടെ കൂടെയുള്ളവരാരാ? ഞങ്ങളാ ഡോക്ടർ. എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞ തന്നെ അന്തം വിട്ടു. ഇത്രയും ആൾക്കാരോ? അന്റെ മോൾക്ക് എങ്ങനെയാണ് ഡോക്ടർ? വിനോദ് ആദിയോട് ചോദിച്ചു. എന്റെ പൊന്നു സഹോദര, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ആൻമരിയെ പ്രസവിച്ചു. ആൺകുട്ടിയാ. ടൈം വേണമെങ്കിൽ നോട്ട് ചെയ്തോ. 11:52. ലേബർ റൂമിന്റെ വാതിലടഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെളുത്ത തുണി കൊണ്ട് പൊതിഞ്ഞു പിടിച്ച കുഞ്ഞുമായി ഡോക്ടർ വീണ്ടും പുറത്തിറങ്ങി. പ്രജീഷും കല്യാണിയും മേരിയും മുന്നോട്ട് നീങ്ങിയെങ്കിലും ഡോക്ടറെ ചുറ്റും നോക്കി. ആൻമരിയ പറഞ്ഞ അവൾക്ക് 11 ഏട്ടന്മാരുണ്ടെന്നാ. ആദ്യം കുഞ്ഞിനെ അവർക്ക് നൽകാനാ പറഞ്ഞിരിക്കുന്നത്. വിനോദ് പ്രജീഷിനെയും മേരിയും നോക്കി. അവർ പുഞ്ചിരിയോടെ വാങ്ങിയ തലകൊണ്ട് ആംഗ്യം കാണിച്ചു. വിറയാർന്ന കൈകളാൽ വിനോദ് കുഞ്ഞിനെ ഏറ്റുവാങ്ങി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സജി, ഹഫ്സല്, അബി, നോക്ക്, നമ്മുടെ അന്നമോട് കുഞ്ഞ്. അയാൾ പൊട്ടിക്കരഞ്ഞു പോയി. മറ്റുള്ളവർ അതേ അവസ്ഥയിലായിരുന്നു. ഒരു കാലത്ത് അവിടെ കൂടെ ഓടിച്ചാണിയാണെന്ന് കുറുമ്പ് കാണിച്ചിരുന്ന കുഞ്ഞനുജത്തിയാണ് ആൻമരിയ. ഭർത്താവും അമ്മയും കൂടെ ഉണ്ടായിട്ടും ഏട്ടന്മാർ തന്റെ കുഞ്ഞിനെ എടുക്കണമെന്ന് ആഗ്രഹിച്ച് ആളുടെ മനസ്സിലായ ചെറുപ്പക്കാരോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ്. ക്ലബിലെ ഓരോരുത്തരും കണ്ട ശേഷം വിനോദ് കുഞ്ഞിനെ മേരിയെ ഏൽപ്പിച്ചു. മേരി തന്റെ മകളുടെ കുഞ്ഞിനെ കൺകുളിർക്കെ നോക്കി. അവരും കരയുകയായിരുന്നു. കല്യാണി അവരെ ആശ്വസിപ്പിച്ചു. തങ്ങളുടെ കുടുംബത്തിലെ പുതിയ അംഗത്തെ എല്ലാവരും കണ്ടു എന്ന് ഉറപ്പാക്കി പ്രജീഷ് ഡോക്ടറെ തിരിച്ചേൽപ്പിച്ചു. ഡോക്ടർ, എനിക്കോടൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാം. ഇച്ചിരി വെയിറ്റ് ചെയ്യ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കണമെന്നില്ല. ഡോക്ടർ തന്നെ തിരിച്ചുപോയി. അവസരം കുറച്ച് സ്വീറ്റ്സ് വാങ്ങി വാ. അതിനെന്താ കേട്ടാ? വിനോദ് പറഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫിന് കൊടുക്കാനാടാ. കാശുണ്ടോ അതില്? അതൊക്കെ ഉണ്ട്, ഇപ്പോൾ വാങ്ങിക്കാം. അവസരം സജിയെ വിളിച്ച് പുറത്തേക്ക് ഓടി. കോറിഡോറിലെ ചെയറിലിരുന്ന് ലഡു കഴിക്കുകയാണ് വരുൺ. വിനോദേന്റെ അടുത്ത് വന്നിരുന്നു. 3 വിളിച്ചു പറഞ്ഞു അവരുടെ. അച്ഛനും കൃഷ്ണൻ്റെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. യാത്ര ചെയ്യാനൊക്കെ പറ്റുമോ? ഇപ്പൊ കുഴപ്പമില്ല. അച്ഛനും ശരീരത്തേക്കാൾ മനസ്സിലായിരുന്നു അസുഖം. ഞാൻ കടങ്ങൾ തീർക്കാൻ നാട് വിട്ടുപോയി. വേറെ സ്വന്തക്കാരും ബന്ധുക്കളും ആരുമില്ല. ആൻമരിയായിരുന്നു അച്ഛൻ്റെ ആകെയുള്ള ബലം. ഇപ്പം എല്ലാം മാറി. ഞാൻ കൂടെയുണ്ട്. ഓരാതിനെ കല്ലു. ആളച്ഛനെ കൊച്ചുകുഞ്ഞിനെ പോലെ പരിചയിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എപ്പോഴാണ് ഇടയിരുന്നേ? കുറച്ച് കഴിയിട്ട് ഇതിനകത്തേട്ടാ. ഞങ്ങൾ ടീനേജ് പിള്ളേരെ പോലെ പ്രേമിച്ചടക്കിയല്ലേ. അവളും ഓക്കെ അല്ലേ? അതെ, വിഷ്ണുവിനോട് അവളെ സ്നേഹിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞതുമില്ല. ബട്ട്
എന്റെ മരണവരെ ഞാൻ അവിടെ കണ്ണു നിറയ്ക്കില്ല. കല്യാണി അവിടേക്ക് വന്നു. ചേച്ചി കഴിക്കാൻ വല്ലതും വാങ്ങിയിട്ട് വാ. അവൾ ഉത്തരവിട്ടു. ഞാൻ പോവാ. വേണ്ട വിനോദേട്ടാ, ഏണ്ണ ചേച്ചി അന്വേഷിക്കുന്നുണ്ട്. വിനോദ് റൂമിനുള്ളിലേക്ക് നടന്നു. ബെഡിൽ കിടക്കുകയാണ് ആൻമരിയ. തൊട്ടടുത്ത് കുഞ്ഞുറങ്ങുന്നു. ഒരു മൂലയിൽ മേരി ലീലയോട് സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ പോയോ ഏട്ടാ? ആൻമരിയ തളർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ക്ലബിന് പോയിന്ന് കവലിൽ പായസവിതനുണ്ട്, അതിന് പോയതാ. വൈകിട്ട് വരും. എല്ലാവരും മാമന്മാരായതിന് സന്തോഷമാണ്. ശരിക്കും ഭാഗ്യം ചെയ്ത പെണ്ണായിട്ടാ ഞാൻ. എത്ര ആളുകളെ എന്നെ സ്നേഹിക്കാൻ. വിനോദ് അതിന് മറുപടി പറഞ്ഞില്ല. പകരം അവളെ കൈ പിടിച്ച് ഉമ്മയിച്ചു. കയ്യിൽ കുറച്ച് കവറുകളുമായി പ്രജീഷ് അവിടേക്ക് വന്നു. ഏട്ടവനും കഴിച്ചോ? പ്രജി, ഞാൻ പറഞ്ഞ ക്യാനിൽ പോയി കഴിച്ചു. നിങ്ങൾ സംസാരിക്കും, ഞാൻ പുറത്തുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. അയാൾ പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലീലയും മേരിയും സംസാരിച്ചുകൊണ്ട് വെളിയിലേക്ക് നടക്കുന്ന വിനോദ് കണ്ടു. ഇപ്പോൾ അകത്ത് ആൻമരിയയുടെ ഇച്ചായനും കുഞ്ഞും മാത്രം. ഒരുപാട് വേദനകൾ അതിജീവിച്ചിന്ന് ആ ഒരു സന്തോഷത്തിന്റെ ലോകത്തിലാണ്. പ്രജീഷും കല്യാണി ഇപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കാറില്ല. തങ്ങളെ ഉപേക്ഷിച്ചു പോയ അമ്മയോട് അവർക്ക് വെറുപ്പില്ല. കാരണം ഇന്ന് ആ രണ്ടുപേർക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. പലയിടങ്ങളിൽ പല ചുറ്റുപാടുകളിൽ ജീവിച്ച മനുഷ്യരെ ഒന്നു ചേർത്ത് താനുണ്ടാക്കിയ തിരക്കഥക്കൊത്ത് അഭിനയിപ്പിക്കുന്ന ദൈവത്തിന്റെ മായാജാലം. സ്നേഹമെന്ന അദൃശ്യമായ ചരടുകൊണ്ട് ബന്ധിക്കപ്പെട്ട കുറച്ച് ആളുകൾ. വേദനകളോ ദുരിതങ്ങളോ തളർത്താതെ അവരിനിയും മുന്നോട്ട് പോവട്ടെ. വിനോദ കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചു.